പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? ദൈവാനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയൊഴുകുന്ന ദിവസമാണ്, ഈ കരുണയൊഴുകുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിലെല്ലാം. ഇതൊക്കെ വെള്ളിയാഴ്ച മുതൽ കരുണയുടെ ജപമാല നാം ചൊല്ലുന്നു. കരുണയുടെ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കരുണ എൻ്റെ ജീവിതത്തിലേക്ക് ചൊരിയണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപകൾ ധാരാളമായിട്ട് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഓരോ വിശുദ്ധ കുർബാനയിലും നിങ്ങളെ ഓർക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഏപ്രിൽ മാസം 8-ാം തീയതിയാണ്. ഇന്ന് പഠിക്കുന്ന വചനം ജെറമിയ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 22-ാമത്തെ വചനമാണ്. ദ ബുക്ക് ഓഫ് ദ പ്രോഫറ്റ് ജെറമിയ ചാപ്റ്റർ 32 വേഴ്സ് 22. അതിങ്ങനെയാണ് പറയുന്നത്: അവരുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത പാലും തേനും ഒഴുകുന്ന ഈ ദേശം അങ്ങ് അവർക്ക് കൊടുത്തു. നോക്കിക്കേ, അവരുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത എങ്ങനത്തെ ദേശം? പാലും തേനും ഒഴുകുന്ന ഈ ദേശം. അതായത് ദൈവം അവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഈ കനാൻ ദേശം ഞാൻ നൽകും, പാലും തേനും ഒഴുകുന്ന ഈ നാട് നിങ്ങൾക്ക് ഞാൻ സ്വന്തമായിട്ട് അവകാശമായിട്ട് നൽകും. അങ്ങനെ പറഞ്ഞ ആ വാഗ്ദാനം അവരുടെ ജീവിതത്തിൽ പൂർത്തീകരിച്ചെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ വാക്ക് നിറവേറുക തന്നെ ചെയ്യും. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ വാഗ്ദാനങ്ങളും എനിക്കും നിങ്ങൾക്കുമുള്ളതാണ്. അത് നിറവേറുക തന്നെ ചെയ്യും. അവരുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത പാലും തേനും ഒഴുകുന്ന ഈ ദേശം അങ്ങ് അവർക്ക് കൊടുത്തു. യു ഗേവ് ദം ദിസ് ലാൻഡ് വിച്ച് യു സോ ടു their ancestors to give them a land flowing with milk and honey. നോക്കിയേ, പാലും തേനും ഒഴുകുന്ന ദേശം അവർക്ക് വാഗ്ദാനം ചെയ്തു, അതവർക്ക് കൊടുത്തു. നമുക്കും കാത്തിരിക്കാം, നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, നീ പറഞ്ഞ വാഗ്ദാനം, എനിക്ക് നൽകുമെന്ന് പറഞ്ഞതൊക്കെ എനിക്ക് നൽകണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഒരിക്കലും എന്നെയും നിങ്ങളെയും ദൈവം കൈവിടുകയില്ല. കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ കാത്തിരിക്കുക. ദൈവം അനുഗ്രഹിക്കും കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.